നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഓണം സാരിയെ കൊടുത്തിട്ടാണ് വന്നത്. ഇത് മിറായയുടെ സാരിയാണ് കേട്ടോ. ലിനൻ ബൈ ലിനൻ സാരിയാണ്. അപ്പം നമ്മളുടെ മിറായയുടെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ പോയി വാട്സാപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാം. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ, മൽക്കോട്ടനൊക്കെ ആയിട്ട്. ഇതാണെങ്കിൽ നമ്മളുടെ ഒരു റെഗുലർ പ്രൈസിലൊക്കെ 2600 ആൾക്കാർ വിൽക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഫോളോവേഴ്സിന് എത്രയ്ക്ക് വാങ്ങാമെന്നറിയാമോ? 1999 വാങ്ങാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വാട്സാപ്പിൽ വന്നോളൂ. പല കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇഷ്ടമായോ നിങ്ങൾക്ക് ഈ കളറ്? ഈ ഒരു സാരി എടുത്തിട്ട് ഭംഗിയുണ്ടോ? അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോ ഏതാണെന്നറിയാമോ? എൻ്റെ ഈ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. മാമിൻ്റെ ക്ലാസ്സിൽ വന്നിട്ടാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 68-70 വയസ്സുള്ള ആൾക്കാർ തൊട്ട് ഈവൻ 50 വയസ്സ് 40 വയസ്സ് പല പല ഏജിലുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരും എന്നോട് പറയും, എനിക്ക് സെൽഫ് ലവ് എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പോയി നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് ഒത്തിരി ആൾക്കാരുടെ ഇങ്ങനെ കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. സെൽഫ് ലവ് എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി, ഷീജ ജയ്മ എന്ന് പറഞ്ഞ് അടിച്ചാൽ പഴയ വീഡിയോസ് വരും. അതിൻ്റെ അകത്ത് പല ആൾക്കാരും പറയും പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങി, ഇപ്പം നല്ലൊരു സുഖമുണ്ട്, ഞാനിപ്പോൾ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഞാൻ എനിക്ക് വേണ്ടി സാരി മേടിക്കാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ച് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര മാസ്റ്ററായിരിക്കും, ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ആചാര്യനായിട്ടിരിക്കുന്ന ആൾക്കാരാന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ സ്നേഹിക്കാതെ ഞാൻ എന്നെ സ്നേഹിക്കണമെന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര അടിപൊളിയാണ്, എൻ്റെ ലൈഫ് ഭയങ്കര സൂപ്പറാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഭയങ്കര പോസിറ്റീവാണ്, എനിക്ക് ഞാൻ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ റിയലായിട്ട് ഞാൻ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കണം ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കണില്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു മീ ടൈം ഇല്ല, എനിക്ക് വേണ്ടിയിട്ടൊരു ബൗണ്ടറി സെറ്റിംഗ് ഇല്ല. എല്ലാവർക്കും അവൈലബിളായി ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ജീവിക്കുവാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ അത്രയും വിഷമവും സങ്കടവും ഒക്കെ ആയിട്ടുള്ള അവസ്ഥയിൽ, എക്സോസ്റ്റഡ് ആയിട്ടുള്ളൊരവസ്ഥയിലാണ് എൻ്റെ ലൈഫ് എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അത് സത്യത്തിൽ എന്നെ ആ ഒരു ചിന്തയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങാൻ സഹായിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അവരോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. ആരാന്ന് വെച്ചാൽ മഞ്ജു വാര്യറാണ്. ആ മഞ്ജു വാര്യറിൻ്റെ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമ ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്ന് എനിക്കറിയില്ല. അന്നാണ് എനിക്ക് മനസ്സിലാവേണ്ടത്, ഞാൻ ഒരിക്കൽ പോലും എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യാം, അവരുടെ ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്താം, എങ്ങനെ അവരെ കുറേ കൂടി മെച്ചപ്പെടുത്താം, എൻ്റെ കമ്പനി എങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം, സാംസങ്ങിന് ഈ മാസം എങ്ങനെ കുറച്ച് മോണിറ്റർ കൂടുതൽ വിൽക്കാം, LGയുടെ മോണിറ്റേഴ്സ് ഏറ്റവും കൂടുതൽ എങ്ങനെ വിൽക്കാം, മൈക്രോസോഫ്റ്റ് എങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യണുണ്ടായിരുന്നില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് വളരെ വൈകിയാണ്. അപ്പോൾ ഈ ഒരു സിനിമയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, അവരവരുടെ വീട്ടിൽ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവരെ മനസ്സിലാക്കാൻ ഒരാളുമില്ല. പക്ഷെ അവർ രാപകലില്ലാതെ ആ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. പക്ഷെ മക്കൾക്ക് പുച്ഛം, ഭർത്താവിന് പുച്ഛം, വീട്ടുകാർക്ക് പുച്ഛം, അവരാരും മനസ്സിലാക്കണില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, ആ ഒരു സിനിമ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ തന്നെയല്ലേ ഇത്, എൻ്റെ ജീവിതമല്ലേ മഞ്ജു ഇത്രയും തകർത്ത് അഭിനയിച്ചേക്കണത്. എനിക്ക് ഈ ഒരു അവസ്ഥ വേണോ? ഇതങ്ങോട്ട് പോയാൽ ഞാൻ ഇല്ലാത്തൊരവസ്ഥ വരില്ലേ? ആ ഒരു ചിന്ത എന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ അകത്തേക്കുള്ളൊരു യാത്രയ്ക്കുള്ള ഒരു വിത്തിട്ടെന്നുള്ളതാണ് സത്യം. ആ ഒരു വിത്ത് ഞാൻ 2014 ആയപ്പോഴും എൻ്റെ അമ്മായി ഉണ്ട്, അവരുടെ പേര് റോസി വെസ്റ്റേൺ എന്നാണ്. അപ്പോൾ അമ്മായിക്ക് 2012 ആയപ്പോഴത്തേക്കും അവർക്കൊരു പെട്ടെന്ന് ഒരു ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് അവരൊരു ഡെത്ത് ബെഡിലാവുന്ന അവസ്ഥയൊക്കെ വന്നു. എന്നിട്ട് ഭാഗ്യം കൊണ്ട് അവർ റിക്കവർ ചെയ്തു. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു 62-ലോ 64-ലോ ഒക്കെ ജർമ്മനിയിൽ പോയി, കാനഡയിൽ പോയി, ഒരു ഫോറിനറെയൊക്കെ കല്യാണം കഴിച്ച് ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കി കാനഡയിൽ പോയി ഇഷ്ടംപോലെ സ്ഥലം മേടിച്ച് 2-3 വീടുകൾ. അന്നത്തെ കാലത്ത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു ആൻറ്റിയാണ്. ഇപ്പോഴും മരിച്ചപ്പോഴും ഭയങ്കര റിച്ചായിട്ട് മരിച്ചാൽ. അപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം, ഇഷ്ടംപോലെ പൈസ, ഇങ്ങനെ ഒന്നിനൊരു കുറവില്ലാത്ത രീതിയിൽ ജീവിച്ചൊരു ആൻറ്റിയാണ്. പക്ഷേ ഈ ആൻറ്റിയുടെ ലൈഫ് എനിക്ക് തന്നൊരു പാഠമുണ്ട്. പണം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, റിലേഷൻഷിപ്പും മക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ ഇല്ലെങ്കിൽ ഇതൊരു വേസ്റ്റാണ്. അവനവനുമായിട്ടും ബന്ധമില്ലെങ്കിൽ ഒരു കാര്യമില്ല.
അപ്പോൾ ഈ ആൻറ്റി ശരിക്കും മരിക്കുന്നൊരവസ്ഥ വന്നു. ആൻറ്റിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആൻറ്റി അത്രയും പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവരെ വിളിച്ചു. അവരൊന്ന് അമൃത ഹോസ്പിറ്റലിൽ വന്നു. ഞങ്ങളുടെ കൂടെ ഒരു 10-15 ദിവസം നിന്നു. അപ്പോൾ ഈ കുട്ടികൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ വളരെ നല്ല രീതിയിൽ ബിസിനസ്സിൽ ഭയങ്കര സക്സസ്ഫുള്ളാണ്. ഏറ്റവും നന്നായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. വണ്ടികളുണ്ട് ഇഷ്ടം പോലെ. ബിസിനസ്സുകളുണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും അത്ര അടിപൊളിയായിട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, ഷീജ, എനിക്ക് ഒന്നിനും നേരെയില്ല. ഞാൻ എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാം, എങ്ങനെ എൻ്റെ കമ്പനി ഗ്രോ ചെയ്യിക്കാം, ഇതൊക്കെ മാത്രമേ ചിന്തിക്കണേ. എനിക്കൊന്നിനും സമയമില്ല, വളരെ ബിസിയാണ്. അപ്പോൾ ഇവരുടെ വരവിൽ ഇവരെന്നോട് പറഞ്ഞു, അവരുടെ അമ്മ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുന്നു, ഡിവോഴ്സ് ചെയ്ത് പോന്നപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവർ മയക്കുമരുന്നിൽ പെട്ടത്, അവരുടെ ജീവിതം ഒരു ദിശയില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത് എന്ന അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നിലേക്ക് അങ്ങ് നടത്താനായിട്ട് ഉള്ളൊരു ശക്തി തന്നെ. അപ്പം ഞാനും ഏതാണ്ട് ആൻറ്റിയുടെയൊക്കെ ഒരു ലൈഫ് പോലെ തന്നെ ഇങ്ങനെ പോണ ഒരു ലൈഫിലാണ്. അപ്പം ഞാൻ മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ കുറേ കൂടി പ്രയോറിറ്റി ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് കൊടുക്കണം. ബിസിനസ്സോ ലൈഫ് മാത്രമല്ല, അല്ലെങ്കിൽ ആ കരിയർ മാത്രമല്ല, പണം മാത്രമല്ല ലൈഫ്. ഏറ്റവും ഇമ്പോർട്ടൻസ് എൻ്റെ മക്കൾക്ക് കൊടുക്കണം. എൻ്റെ ആരോഗ്യവും വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. എൻ്റെ ആരോഗ്യത്തെയും കുറേ കൂടി ശ്രദ്ധിക്കണം. കുറേ കൂടി ക്വാളിറ്റി ഉള്ളൊരു ലൈഫിലേക്ക് എനിക്ക് മെൻ്റലിയും ഇമോഷണലിയും ഫിസിക്കലിയൊക്കെ മാറണം. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നുള്ളൊരു ബിസിനസ് മാത്രം പോരാ, എനിക്ക് കുറച്ച് മാറ്റം വരുത്തണം. ഈ ഒരു ചിന്തയാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച ഒരു ലൈഫ് കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള എനർജി തന്നത്. അപ്പോൾ ഈ ഒരു സിനിമയും കൂടി കണ്ടപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ പറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണില്ല, ഞാൻ എന്നെ ഏറ്റവും മോശമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും, എൻ്റെ കുറവുകൾ, എൻ്റെ തന്നെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ ഓരോ മനസ്സിലാക്കലും എന്നെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് കുറേ കൂടി കണക്ട് ചെയ്യാനും ഏറ്റവും നല്ല രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റാനായിട്ടുള്ള ലെവലിലേക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, എപ്പോഴും നമ്മൾ നല്ല ബുക്കുകൾ വായിക്കണം, നല്ല മെൻറ്റേഴ്സ് വേണം, നല്ല കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോകണം. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു 2011 തൊട്ട് ഞാൻ ഈ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലൊക്കെ പോയപ്പോൾ അവിടെ ഇഷ്ടംപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഷീല കൊച്ചൗസേപ്പ്, പർവീൻ ഹഫീസ്, നിമി ചാക്കോള, ഇങ്ങനെ ലേഖ ബാലചന്ദ്രൻ, ഞങ്ങളുടെ ടീം ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞൊരു 10-15 ബിസിനസ്സിൽ ഏറ്റവും നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ, 10-20 വളരെ ഒത്തിരി. ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരുമ്പോൾ ഞങ്ങളൊരു 15 പേരേ ഉള്ളൂ. ആ 15 പേരും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വന്നേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുമായിട്ടുള്ള ആ കമ്പനിയും എൻ്റെ ഒരു കാഴ്ചപ്പാടുകളെ 360 ഡിഗ്രി ചേഞ്ച് ചെയ്യിച്ചു. അപ്പോൾ അവർ സോളോ ട്രിപ്പ് പോകുന്നു, അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് തന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്ലോലി ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ എനിക്ക് വേണ്ടി സമയം കൊടുക്കാൻ തുടങ്ങി. എൻ്റെ പണം ഇന്നലെ വരെ ശരിക്കും ഒരു ഫാമിലിയുടെ പണം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫണ്ട് എനിക്ക് വേണം. എൻ്റെ സ്വന്തം കാലിൽ എന്ന് പറഞ്ഞാൽ കുടുംബം എന്നുള്ളത് നിന്ന് മാറിയിട്ട് എനിക്കൊരു സീക്രട്ട് അക്കൗണ്ട് വേണം. എൻ്റെ ജീവിതത്തിൽ കുറേ കൂടി ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് ഈ ഒരു പീരീഡിൽ നേടാൻ പറ്റിയത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ പല മനുഷ്യരും മറന്നു പോകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവനവനെ സ്നേഹിക്കാൻ, അവനവനൊരു ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അവനവൻ്റെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ക്ഷമിക്കാൻ, നമ്മളോടൊരു പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ പ്രണയിക്കണം എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് ഏറ്റവും മഹത്തായിട്ട് അവനവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? നമ്മളെ തന്നെ സ്നേഹിക്കലാണ്. നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ, മറ്റുള്ളവരോടും നമ്മൾ പൊരുത്തപ്പെടും, അവരോടും നമ്മൾ ഏറ്റവും നല്ല രീതിയിലേക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ലോകം തന്നെ മനോഹരമായിട്ടൊരിടാക്കി മാറ്റാനായിട്ട് പറ്റുക ചെയ്യണേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനം അവനവനെ സ്നേഹിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ മൂല്യം തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഒരിക്കൽ പോലും നമ്മുടെ ലൈഫിന് ഒരർത്ഥം ഉണ്ടാക്കാൻ പറ്റില്ല. പലരും എന്താ ചെയ്യണേ,
പലരും ശരിക്കും പുറത്തുള്ള വാലിഡേഷന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഞാനും അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്. അതിൽ നിന്ന് മാറ്റാനും എൻ്റെ ഒരു താല്പര്യങ്ങളും എൻ്റെ കുറവുകളും ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ മൂല്യം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തും ആവശ്യമില്ലാതെ നിന്ന് കൊടുക്കണ ഒരവസ്ഥ ഞാനിപ്പോൾ വരുത്താറില്ല. ഈ ഒരു കഴിഞ്ഞ ഒരു 14 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഒരു ദിവസം കൊണ്ടല്ല, കുറേ സമയമെടുത്തു ഞാൻ ഇന്നത്തെ ഈ ഒരു ഷീജ ജയ്മോൻ എന്നൊരവസ്ഥയിലേക്ക് മാറാൻ. എന്നെ അത്ര ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് മാറാൻ വളരെ സ്ലോ പ്രോസസ്സായിരുന്നു. പക്ഷെ എങ്കിലും ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ എന്നെ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. ഷീജ, നീ നല്ല മിടുക്കിയാണ്, നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമല്ലോ. ഓരോ ദിവസവും എണീക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് അത്രയും റെസ്പെക്റ്റും പ്രൗഡാണ് തോന്നുക. എന്നെ കണ്ണാടി കാണുമ്പോൾ തന്നെ എനിക്ക് അത്രയും ഒരു അഭിമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കണ്ണാടി കാണുമ്പോൾ നിങ്ങൾ നിങ്ങളോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. നിങ്ങൾ നിങ്ങളെ അങ്ങോട്ട് ഇഷ്ടപ്പെടുക. വേറെ ആൾക്കാരെ ഇഷ്ടപ്പെട്ടില്ല ഒരു കുഴപ്പമില്ലെന്നേ. നമ്മൾക്ക് വേണ്ടിയിട്ടുണ്ടായ നമ്മുടെ ലൈഫിൽ എന്തും ചെയ്യാനായിട്ടുള്ള പവർ നമുക്ക് ഉള്ളിലുണ്ട്. ആ പവർ നമുക്ക് എവിടെയുള്ള നമ്മുടെ ഹൃദയത്തിലാണ്. ആ ശക്തി നമ്മൾക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അവനവൻ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? നല്ല ഡ്രസ്സപ്പ് ചെയ്യണം. നമ്മൾ മോശമായിട്ട് ഡ്രസ്സ് ചെയ്ത് മക്കൾക്ക് നല്ലത് മേടിച്ചു കൊടുക്കുക, ഭർത്താവിന് മേടിച്ചു കൊടുക്കുക, നാട്ടുകാരോട് ഏറ്റവും നന്നായിട്ട്, ഇതൊന്നുമല്ല. ഏറ്റവും ആദ്യം നമ്മൾ പ്ലീസ് ചെയ്യേണ്ടത് നമ്മളെയാണ്. കാരണം നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെമ്പിളാണ്. നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, നമ്മൾക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ കഴിക്കണം, നമ്മൾക്ക് ഏറ്റവും നല്ല ചിന്തകൾ നമ്മുടെ മൈൻഡിൽ കൊടുക്കണം, ഇമോഷണലി നമ്മൾ സ്ട്രോങ് ആവണം. ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ദ്രോഹിക്കാനൊക്കെ വരും. അപ്പോൾ അവിടെ നിന്ന് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാര്യം എന്താ? ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെ യെസ് പറഞ്ഞ് നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പം നോ പറയാൻ പഠിക്കണം. എൻ്റെ ക്ലാസ്സുകളിൽ ഇവൻ ആൾക്കാരൊക്കെ പറയും, ഷീജ മാമിൻ്റെ ക്ലാസ്സിലൊക്കെ വന്ന് മാമിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഷീജ ആയോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് പഴയ ഷീജയല്ല, ഞാനിപ്പോൾ തൻ്റെ ഇടം ഉണ്ട് കേട്ടോ. മാമിൻ്റെ ക്ലാസ് വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നീ ഇപ്പം പഴയ ആളൊന്നും അല്ല കേട്ടോ, നിന്നതൊക്കെ നീ ഇത്രയൊക്കെ അടിപൊളിയായിട്ടൊക്കെ ആരൊക്കെ കണ്ടിട്ടാ നീ ഇത്രയൊക്കെ സ്റ്റൈല് കാണിക്കണമെന്നൊക്കെ എനിക്കറിയാം കേട്ടോ എന്നൊക്കെ പറയേണ്ട ഭർത്താക്കന്മാർ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, നമ്മളുടെ കൂടെ ചുറ്റും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ചുറ്റും വെക്കുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തിയ, നമ്മുടെ എനർജി സക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്നാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത്രയും ടോക്സിക് ആയിട്ടൊരു സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിലേക്ക് വരിക, എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വരിക. നിങ്ങളെ എത്ര പ്രതിസന്ധിയിലെ പ്രശ്നത്തിലാണെങ്കിൽ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഇപ്പം ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ മാം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഒരു സംശയം വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തെ ഒരു ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് മിറക്കിൾ മോർണിംഗിൽ വന്ന് ജോയിൻ ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതം എന്താണ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില ബന്ധങ്ങളുണ്ട്, നിങ്ങളെ നശിപ്പിക്കണ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒട്ടും ഒരു കോൺഫിഡൻസും ഇല്ലാതെ, ഒരു ധൈര്യം ഇല്ലാതെ നിങ്ങളെ അങ്ങ് ദ്രോഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുക? അവരോട് നോ പറയുക. എൻ്റെ അടുത്ത് നടക്കൂല എന്ന് പറയാം. പക്ക ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക. എവിടെയൊക്കെ ബൗണ്ടറി ചെയ്യണം? ചില ഭർത്താക്കന്മാരുണ്ട് പൈസ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. നമ്മൾ ജോലി എടുക്കും, അക്കൗണ്ടിലേക്ക് പൈസ വരും, ആ പൈസ വന്നു കഴിഞ്ഞാൽ അത് മൊത്തം കൈകാര്യം ചെയ്യണ ആരാണ്? ഞാനാണ്. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ പോയപ്പോഴേ ആ ലേഡി വളരെ ഹൈലി ക്വാളിഫൈഡ് ആണ്, മാസ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഒരു സ്ഥലത്തെ, ശരിക്കും ഞാൻ പേര് പറയണില്ല, സ്ഥലവും പറയണില്ല, വളരെ വലിയൊരു ഉദ്യോഗസ്ഥയാണ്. മാസം ഒരു 1.25 lakhs അവർക്ക് സാലറി ഉണ്ട്. അപ്പോൾ അവരുടെ ഹസ്ബൻഡാണ് അവരുടെ സാലറി മുഴുവൻ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ഇവർക്കൊരു ആഗ്രഹം, ഇവരിങ്ങനെ പറയുവാണ്, അവർക്കൊരു സാധനം വാങ്ങണം എന്ന് പറയാണ്. അപ്പോൾ തന്നെ അയാൾ പറഞ്ഞു പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ ഇവർക്കൊരു സാരി മേടിക്കണമെങ്കിൽ പോലും അയാളുടെ അടുത്ത് പോയിട്ട് കൈ നീട്ടണം. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളോട് ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ,
നമ്മളുടെ ക്യാഷ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവനവന് വേണ്ടിയിട്ട് അവനവൻ വർക്ക് ചെയ്യണ കാശ് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും പട്ടിപ്പണി എടുത്ത് പൈസ ഉണ്ടാക്കണേ? അപ്പം അത് നിങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ പണ്ടത്തെ ട്രഡീഷണൽ നിയമങ്ങളുടെ ഒരു ഇതും വെച്ചിട്ട് ഭർത്താവിന് മാത്രമേ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഒന്നുമില്ല. എൻ്റെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അത് പറഞ്ഞിട്ട് നിങ്ങളെ ആലോചിച്ചാൽ ഞാൻ ഫിനാൻഷ്യൽ ഡോക്ടറേറ്റ് എടുത്ത ആളൊന്നുമല്ല. പക്ഷേ എൻ്റെ മോള് ശരിക്കും ഒരു ഗ്ലോബൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇപ്പം എൻ്റെ വീട്ടിലുള്ള ഏതൊരാളേക്കാൾ നന്നായിട്ട് എൻ്റെ പൈസയെ ഗ്രോ ചെയ്യിക്കാൻ, പൈസ ഉണ്ടാക്കാൻ, എൻ്റെ പൈസ എനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ എനിക്ക് നല്ല മിടുക്കാം. അപ്പം ഇതൊക്കെ നമ്മൾക്ക് ഏതൊരാൾക്കും അതൊരു സ്കില്ലാണ്, ഏതൊരാൾക്കും പഠിക്കാവുന്ന കാര്യങ്ങളാണ്. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം അവനവൻ്റെ ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ, അവനവന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരു സെൽഫ് ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. വേറൊരാളുടെ അടുത്ത് നിന്ന് നമ്മൾ കൈ നീട്ടി കാശ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു അടിമയാണ് ആവുന്നത്. അപ്പം നമ്മൾക്ക് നമ്മുടെ ലൈഫിൻ്റെ 100% നമ്മൾ ഉയരണം എന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തം വരുമാനം ഉണ്ടാക്കണം, സ്വന്തം പൈസ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുക. ഇതൊരു സെൽഫ് ലവ് ആണ്. ഇപ്പം ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് ഞാൻ ഈ കോച്ചിങ്ങിൽ വരുന്നത് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയണത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്യണം, അത് വെച്ച് പോകണം എന്നാണ് അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അത് ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരവസ്ഥയായി. കാര്യം എനിക്കിഷ്ടം ട്രെയിനിങ് ആണ്, എനിക്കിഷ്ടമാണ് ആൾക്കാരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. എനിക്ക് ഈ ഒരു ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിലും എനിക്ക് കിട്ടണില്ല. അപ്പം ഇത് അല്ലെങ്കിൽ നല്ല ഒരു ഓതർ ആവുക, എവറി ഡേ എഴുതുക, അതെനിക്കിഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ് ഒരു ബെസ്റ്റ് സെല്ലർ ഓതറായിട്ട് മാറുക. ഇപ്പോൾ ആമസോണിൽ നോക്കിയാൽ എൻ്റെ ബുക്ക് ശുഭചിന്ത നൽകിയ വിസ്മയം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനിൽ ബെസ്റ്റ് സെല്ലറാണ്. അപ്പോൾ പല പല ആളുകൾക്കും, പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടെ ജീവിതത്തിൽ അത്രയും കഴിഞ്ഞ തവണ കൃഷ്ണലാലും ഒത്തിരി ആൾക്കാർ പൂജ വെച്ചപ്പോൾ എൻ്റെ ബുക്ക് അവർ പൂജിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷവും ഒരു അഭിമാനമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് വരാൻ പറ്റിയല്ലോ. നിൻ്റെ ബുക്ക് ആര് വായിക്കാനാണെന്ന് എൻ്റെ ഭർത്താവ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇന്ന് ഒരു ഓതറായിട്ട് മാറാൻ പറ്റിയത് ഞാൻ എൻ്റെ പാഷനെ പിന്തുടർന്നുകൊണ്ടാണ്. അപ്പോൾ ഒരു പേടിയും ഇല്ലാതെ എനിക്ക് പോലും പേടി തന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ധൈര്യം കാണിച്ചുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇതും ഒരു സെൽഫ് ലവ് ആണ്. എൻ്റെ ഡാഡിക്ക് ഞാൻ ബിസിനസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ എനിക്ക് പേടിയുണ്ടെങ്കിൽ പോലും ആ ധൈര്യം എടുക്കാൻ, തോറ്റപ്പോഴും പിന്മാറാതെ മുന്നോട്ട് പോകാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ നമ്മുടെ കാലം ഉറച്ചു നിൽക്കാനും തുടങ്ങിയ ലൈഫ് മാറും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക, നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യണവരുടെ കൂടെ ഇരിക്കുക. എഗെയിൻ ചില ആൾക്കാരൊക്കെ നമ്മളോടൊന്ന് ഭയങ്കര മോശമായിട്ട് പെരുമാറും. അപ്പോൾ അവരോട് നോ പറയാൻ നമ്മൾ പഠിക്കണം. കാര്യം എല്ലാവരോടും എസ് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയെന്ന് എല്ലാവരോടും മോശമായിട്ട് പെരുമാറാനുള്ള യാതൊരു റൈറ്റും നമുക്കില്ല. നമ്മളെല്ലാ ആൾക്കാരോടും എന്ത് ചെയ്യണം? ഒരാൾ എന്നോട് എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം. കാര്യം അവർ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അത് നമുക്കുള്ളതല്ല, അവൻ്റെ പ്രശ്നമാണ്. അവൻ വളർന്നു വന്ന സാഹചര്യം, അവൻ എന്തെങ്കിലും മോശമായിട്ടുള്ള എക്സ്പീരിയൻസിൽ കൂടി വന്നതുകൊണ്ട് അവൻ മോശമായിട്ട് പെരുമാറുന്നു. അതിനോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമോ നിങ്ങളെ മോശമായിട്ട് ഇകഴ്ത്തി മോശമാക്കി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് വിഷമം വരുത്തുന്നുണ്ട്, നിങ്ങളുടെ ഉറക്കമില്ലാത്ത അവസ്ഥ വരുത്തുന്നുണ്ട്, നിങ്ങൾ ഇമോഷണലി ഒട്ടും അത്രയും ഒരു മോശം അവസ്ഥയിലാണ് പോണതെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുക. കാര്യം നിങ്ങൾക്ക് ആ പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെ പറഞ്ഞു തരാം. ഇപ്പം നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എന്നും തണൽ എന്ന് പറഞ്ഞ ലൈഫ് കോച്ചിയുടെ അണ്ടറിൽ ഒരു ഡിവിഷനുണ്ട്. 6 സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10-17 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ വരെ നമ്മളുടെ ടീമിലുണ്ട്. അത്ര എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടിരിപ്പുണ്ട്.
1500 ആണ് ചാർജ് ചെയ്യണത്. അത് GST അടക്കമാണ്. നമ്മളൊരു സർവീസായിട്ടാണ് നിങ്ങളത് സഹായിക്കണേ. കാര്യം എന്താണെന്നറിയാമോ, ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കാവാം പല പല റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിയുടെ പ്രഷറുമായിട്ട് പോകുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് എടുക്കാനും ഒരു സപ്പോർട്ട് വേണം, ഒരു കൈത്താങ്ങ് വേണം. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിലേക്ക് വരിക. അത് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ വില കുറയ്ക്കാതിരിക്കുക. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. എന്തെങ്കിലും നെഗറ്റീവ് ചിന്ത വന്ന ഒരു പേപ്പറിലേക്ക് എഴുതുക. അന്നേരം അത് വായിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ, അത് കത്തിച്ചങ്ങ് കളയുക. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ല ബുക്കുകൾ വായിക്കുക, ഇഷ്ടമുള്ള ഹോബീസിലേക്ക് നമ്മൾ റീവിസിറ്റ് ചെയ്യുക, നല്ല ചെടി വെക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫ് മാറും. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കണത് വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുക. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമ്മൾ അവനവനോട് കൈൻഡ് ആവുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും, ചില ഡിസിഷൻസ് നമ്മൾ വൈകിച്ചിട്ടുണ്ടാവും, പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളോട് പൊറുക്കുക. നമ്മൾ നമ്മളുടെ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നാൽ നമ്മൾ എത്ര നന്നായിട്ടാണ് അയാളെ കേൾക്കുക, അയാൾ എത്ര നന്നായിട്ടാണ് സാന്ത്വനപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ നമ്മളോടൊരു കണക്ടിവിറ്റി വേണം. നമ്മളെ ഇഷ്ടപ്പെടണം. ഞാനിപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇടാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. നിങ്ങളൊരു നല്ല ഡ്രസ്സ് ഇട്ട് നല്ല സുന്ദരമായിട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ധൈര്യം കൂടും, കോൺഫിഡൻസ് കൂടും. എവിടെ പോയാലും ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കും. ഇത് പഴയ ആളല്ലല്ലോ, ഇവനെന്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് സ്കിൽഡ് ആവാൻ നോക്കുക. സ്കിൽഡ് ആവുക അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുറേ ഡിഗ്രി കൂട്ടുക എന്നുള്ളതല്ല, ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവുക, മണിയെ മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് പഠിക്കുക, നല്ല കോൺഫിഡൻസോടെ ജീവിക്കാനായിട്ട് സ്കിൽ പഠിക്കുക. ഒരു ബാങ്കിൽ പോയി അവനവൻ്റെ കാശ് എടുക്കുക, അവനവൻ്റെ ക്യാഷ് എവിടെയൊക്കെ കൊണ്ട്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, വലിയ വലിയ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എങ്ങനെ നമുക്ക് വളരാം എന്ന് നോക്കുക. നല്ല നല്ല രീതിയിലേക്ക് നമ്മളുടെ ഒരു സമ്പാദ്യത്തെ 10x ആക്കാൻ, 100x ആക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വരുമാനം എങ്ങനെ കൂട്ടാൻ പറ്റും? എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മൾട്ടിപ്പിൾ ഇൻകം ഉള്ള ഒരാളായിട്ട് മാറാൻ പറ്റും? എനിക്ക് ഒരാളുടെ അടുത്തും പോവാതെ എങ്ങനെ എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ലക്ഷറിയസ് ലൈഫ് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതെല്ലാം സ്കില്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടേക്കണേ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും. ഒരു 1 മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു? പല ലൈഫ് കോച്ചസിനും എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴത്തേക്കും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് പാനലിനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ 19 വയസ്സിൽ ബിസിനസ് തുടങ്ങി സ്ക്രാച്ചിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ബിൽഡ് ചെയ്തത്. എൻ്റെ കരിയർ, എൻ്റെ വെൽത്ത്, എൻ്റെ ഈ ഒരു ഇത്രയും ബിസിനസ്സുകളൊക്കെ ചെയ്തത്. അതിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയ പല ആൾക്കാരും ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലി ചിലപ്പോൾ ഡിവോഴ്സ് ആയിരിക്കും, അവർക്ക് പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയ എൻ്റെ മക്കളെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, ബിസിനസ് കരിയർ ഏറ്റവും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എഗെയിൻ ഒപ്പത്തിനൊപ്പം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തൊരാളുടെ കയ്യിൽ നിന്ന് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. ഇത് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലാതെ ബുക്കിലുള്ള കാര്യങ്ങളല്ല. അപ്പം നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ നിമിഷത്തിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ നിങ്ങളെ കമ്പയർ ചെയ്തോട്ടെ, നിങ്ങളെ ഒരിക്കലും വേറെ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതലായിട്ട് മാറുക. പിന്നെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ സന്തോഷവും സമാധാനമൊക്കെ നശിപ്പിക്കുന്ന ആൾക്കാരില്ലേ, അവരോട് അങ്ങ് നോ പറയുക. കാര്യം നിങ്ങളെ മാനസികമായിട്ട് ദ്രോഹിക്കുന്ന ആൾക്കാരോട് പോയി പണി നോക്കാൻ പറയണം നിങ്ങൾ, അല്ലാതെ അവിടെ നിന്നുകൊണ്ടിരിക്കരുത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പൊറുക്കുക നിങ്ങളോട്. കാര്യം എന്താ, മനുഷ്യരാണ്, നമ്മൾക്ക് മിസ്റ്റേക്കുകൾ പറ്റും. നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങളൊന്നും വരുത്താത്ത ഒരാളുമില്ല. പക്ഷെ അതിൽ നിന്ന് പാഠം പഠിക്കാനും ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാനും നിങ്ങൾ റെഡിയാവുക.
അപ്പം നിങ്ങൾ ഇന്ന് കമൻറ്റിൽ വന്ന് എഴുതുക എന്താണ് നിങ്ങളുടെ ആ ലക്ഷ്യം. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ചാനലിൽ തന്നെ അടുത്ത ചലഞ്ച് ചെയ്യാൻ പോണത് സെൽഫ് ലവ് ചലഞ്ചാണ്. നിങ്ങളെല്ലാവരെയും ഒന്ന് ഉണർത്താൻ, എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാമെന്ന് പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വെൽത്ത് ചലഞ്ച്? ഇഷ്ടമായോ? കുറേ ആൾക്കാരുടെ കമൻ്റൊക്കെ വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു ചലഞ്ച് ആരംഭിക്കുകയാണ്, സെൽഫ് ലവ് ചലഞ്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനീറ്റയും അവളുടെ ഒരു സെൽഫ് ലവിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് അവളും വീഡിയോ ആയിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അവളുടെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ എൻ്റെ സെൽഫ് ലവ് പ്രാക്ടീസുകൾ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ 5 വർഷം മുമ്പൊക്കെ ഇട്ട വീഡിയോസ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയിട്ട് വാച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ ഷീജയിൽ നിന്ന് ഇന്നത്തെ ഷീജയ്ക്ക് എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന്. ഒറ്റ കാര്യമാണ് ഞാൻ ചെയ്തത്, എവറി ഡേ ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാൻ തുടങ്ങി. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ഒരു മാസം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ 40-45 ലക്ഷം ആൾക്കാരുണ്ട്. അത്രയും മനുഷ്യരുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നുണ്ട്. എൻ്റെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, അത്രയും ആൾക്കാർ എൻ്റെ ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് അത്രയും എനർജി കിട്ടണത്? ഇതൊരു എൻ്റെ ക്ലാസ്സുകൾ അത്രയും ഹൈ എനർജി ക്ലാസ്സുകളാണ്. ഞാൻ നിങ്ങളെ എത്ര സ്ട്രക്കാന്ന് പറഞ്ഞാലും എവറി ഡേ ഒരു ആക്ഷനുള്ള അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. എല്ലാ ദിവസവും നിങ്ങൾ എണീക്കണത് ഇപ്പം എണീക്കണ പോലെ ലേസി ആയിട്ടോ മറിച്ച് വെച്ചോ ആയിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിന് 100% എന്ത് തടസ്സം വന്നാലും നിങ്ങൾക്ക് നിങ്ങളിൽ വർക്ക് ചെയ്യാനും സന്തോഷമായിട്ട് ജീവിക്കാനും ഒക്കെ ഉള്ള എല്ലാ കേപ്പബിലിറ്റീസും ഈ ഒരു ക്ലാസ്സുകളിൽ അത്രയും എനർജി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഓടാൻ തുടങ്ങും. അപ്പം എന്തായാലും ക്ലാസ്സുകളിലൊക്കെ വരണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പം നമ്മളുടെ കമ്മ്യൂണിറ്റി വന്ന് ജോയിൻ ചെയ്യുക. ഈ സൺഡേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സൺഡേ 10:30-ക്കാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് യൂട്യൂബിലുള്ള എല്ലാ ആൾക്കാരും ആ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ ലിങ്ക് പിൻ ചെയ്യാം. എങ്ങനെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ 9961005116 ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ ലിങ്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിലേക്കും വന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഉറപ്പായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണ്ടതെന്നൊക്കെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നുണ്ട്. അപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളെ സ്നേഹിക്കുക. അതൊന്നും ഈ ഒരു സെൽഫിഷ്നെസ് ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുക. കാര്യം അവനവന് വേണ്ടി ജീവിച്ചില്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റായി പോകും. നമ്മളെയാണ് ഇഷ്ടപ്പെടേണ്ടത്, നമ്മളെയാണ് സ്നേഹിക്കേണ്ടത്. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പങ്കാളിയെ സ്നേഹിക്കാൻ തുടങ്ങും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും, എല്ലാവരോടും റെസ്പെക്ട്ഫുൾ ആവും. നമുക്ക് ഒരിക്കൽ പോലും ഉണ്ടല്ലോ സങ്കടം വരില്ല. അതാണ് നമ്മുടെ ഭംഗി കൂടാൻ തുടങ്ങും. ഞാനൊക്കെ ആലോചിച്ചാൽ ഈ ഒരു പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ ഭംഗി തന്നെ കൂടിയിട്ടുണ്ട്. ഞാൻ അത്രയും എത്ര ഇഷ്ടപ്പെടണോ അത്രയും എൻ്റെ വരുമാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് അവനവനെ ഇഷ്ടപ്പെടുക, അവനവന് വേണ്ടി നിലകൊള്ളുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ ചലഞ്ച് വേണമെങ്കിൽ അതും കൂടി ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും 10:30-ക്ക് സൺഡേ 10:30-ക്ക് എന്നെ കാണണമെന്നുണ്ട്, എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് കാണാം. ഈ ദിവസങ്ങളിൽ തന്നെ ലൈവ് വേണമെങ്കിൽ അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നാളെയോ എപ്പോഴെങ്കിലും ഞാൻ ലൈവും വരാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു.